US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞിരിക്കുന്നു, അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ്, അത് അങ്ങനെ ആയിരുന്നു, അങ്ങനെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സംശയം കൂടിയുണ്ട് സർ, അതിനെക്കുറിച്ച് എനിക്ക് അറിയണം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളത്. എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് പറയുമ്പോൾ പലർക്കും വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുന്നത്. എന്താ ഇത് ഇങ്ങനെ? അല്ല, JD വാൻസ് പറഞ്ഞത് വളരെ സത്യസന്ധമായൊരു കാര്യമാണ്. അമേരിക്ക അന്നും ഇന്നും എന്നും ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്. ആ ക്രിസ്ത്യൻ രാജ്യം എന്ന് പറഞ്ഞാൽ വെള്ളക്കാരായ അമേരിക്കൻ ആംഗ്ലോ പെൻഡക്കോസ്റ്റ്, അതാണ് അവിടുത്തെ ഒറിജിനൽ ഇത്. അവർക്കാണ് അവിടെ പ്രാമുഖ്യമുള്ളത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അവർ ഈ കാത്തലിക് ചർച്ചിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഒരു വ്യവസ്ഥയുണ്ട്. എന്താണ് ആ വ്യവസ്ഥ എന്ന് വെച്ചാൽ, അവരും ജനിച്ച വെള്ള അമേരിക്കനായിരിക്കണം. അങ്ങനെ അവിടെ ജനിക്കുകയും വെള്ളക്കാരനാവുകയും അമേരിക്കക്കാരനാവുകയും ചെയ്തിട്ടുള്ള ഒരാൾ അവിടുത്തെ ഈ പെൻഡക്കോസ്റ്റിലായാലും മറ്റേ കാത്തലിക്സിലായാലും അവർ ഒരുമിച്ച് ചേർക്കും. ഈ CIA എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയത് ഇവരെ കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇവർക്ക് പരിശീലനം കൊടുത്തിരുന്നവരിൽ ഇവർ ജസ്യൂട്ട് പാതിരിമാരായിരുന്നു ഇവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരുന്നത്. അത് ഒരു മതസംഘടന കൂടി ആയിരുന്നു. ആ CIA രൂപം കൊടുത്തവരുടെ സങ്കല്പത്തിൽ ആ മതപരമായ അംശം അതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ഐക്യത്തെ അത് ബാധിക്കും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഐക്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു സുപ്രധാനമായ ഘടകമാണ് ക്രിസ്തുമതം. ആ ക്രിസ്തുമതത്തിനാണ് അവിടെ പ്രാമുഖ്യം ഉള്ളത്. കുറേ പേര് ക്രിസ്തുമതത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ക്രിസ്തുമതത്തിൻ്റെ പ്രാമുഖ്യം അമേരിക്കയിൽ കുറയുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ, അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടും ആ ജനാധിപത്യ രാജ്യത്തിൽ ഒരുപാട് മനുഷ്യാവകാശങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള, അബ്സല്യൂട്ട് റൈറ്റ് കൊടുത്തിട്ടുള്ളതിൻ്റെ പേരിലും ഒക്കെ ഉള്ള ചില ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് മറ്റുള്ളവർക്ക് കിട്ടും എന്നല്ലാതെ മുഖ്യമായ അതിൻ്റെ മുഖ്യധാര എന്ന് പറയുന്ന അമേരിക്കയുടെ മുഖ്യധാര ക്രിസ്തുമതമാണ്. അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ തറപ്പിച്ച് പറയുന്നത്? ഇങ്ങനെ തറപ്പിച്ച് പറയുന്നത് വെച്ചാൽ, അമേരിക്ക വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആയിട്ടും എന്ന് വെച്ചാൽ സെപ്റ്റംബർ 11 ഓർമ്മയുണ്ടല്ലോ, വിമാനം അടിച്ചുകൊണ്ട് അമേരിക്കയുടെ എല്ലാ വ്യാപാര വ്യവസായ സൈനിക മേൽക്കോയ്മയെയും ആദ്യമായി ചോദ്യം ചെയ്യപ്പെട്ടതെന്നാണ്. അത് ചോദ്യം ചെയ്തതാകട്ടെ ഇസ്ലാമിക ടെറർ ഗ്രൂപ്പാണ്. ആ ഇസ്ലാമിക ടെറർ ഗ്രൂപ്പ് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ചു. പെൻറ്റഗണിലേക്ക് ആക്രമണം പോയി. പെൻറ്റഗണാണ് അതിൻ്റെ സൈനിക ശക്തിയുടെ കേന്ദ്രം. വൈറ്റ് ഹൗസിലേക്ക് ആക്രമണം പോയി. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ ശക്തിയുടെയും സൈനിക ശക്തിയുടെയും സാമ്പത്തിക ശക്തിയെയും ഒരുമിച്ച് ആക്രമിച്ച ഇസ്ലാമിക ഫോഴ്സുകൾ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അന്ന് മുതലാണ്. അതുവരെ ഇവർ ഒരു അയഞ്ഞ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അവരും വളരട്ടെ, അവർ വളർന്ന് നമുക്ക് ഉപദ്രവമില്ലെങ്കിൽ അവൻ പോയി നാട്ടുകാരെ ഉപദ്രവിച്ചോട്ടെ എന്നുള്ളതാണ്. അതെ, അവരെ വളർത്തിക്കൊണ്ട് വന്നത് ഇവരാണല്ലോ. അല്ല, വളർത്തിക്കൊണ്ട് വന്നത് നാട്ടുകാരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ്. തിരിച്ചടി കിട്ടുമെന്ന് വിചാരിച്ചു. അല്ല, ഗുണ്ടകളെ വളർത്തിക്കഴിഞ്ഞാൽ ഗുണ്ട ഒരു ദിവസം ഈ യജമാനെതിരെ തിരിഞ്ഞു നിൽക്കും. ഗുണ്ടകളുടെ ചരിത്രം അതാണ്. ചില യജമാനന്മാർ ഗുണ്ടകളെ വളർത്തും. പക്ഷേ ഗുണ്ട കുറേ കഴിയുമ്പോഴേക്ക് ഈ യജമാനൻ മൊണ്ണയാണ് എന്ന് ബോധ്യമാകുമ്പോൾ അവൻ തിരിഞ്ഞു നിൽക്കും. അവൻ തിരിഞ്ഞു നിന്നിട്ട് ഇയാളെ തല്ലും. അപ്പോഴാണ് ഇവർ വേറെ ഗുണ്ടകളെ വെച്ചിട്ട് ഇവനെ കൊല്ലുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ അമേരിക്ക സഹായിച്ചുകൊണ്ടിരുന്നു. നമ്മളെ പാകിസ്ഥാൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പാകിസ്ഥാൻ അമേരിക്ക സഹായിച്ചുകൊണ്ടേയിരുന്നു. ഈ ഇസ്ലാമിക ടെറർ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാട് അമേരിക്കക്ക് അറിയാമായിരുന്നിട്ടും അമേരിക്ക അതിനെ തടഞ്ഞില്ല. സെപ്റ്റംബർ 11 അമേരിക്കയിലേക്ക് ആക്രമണം തിരിഞ്ഞപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ ഇനി ഞങ്ങളെ ശരിപ്പെടുത്തും എന്ന് പറഞ്ഞ് തിരിഞ്ഞത്. ഇപ്പോൾ അവിടെ ഇസ്ലാമൈസേഷൻ്റെ ഒരു വലിയ ഒരു തരംഗം വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ന്യൂയോർക്കിലെ മംദാനി അവിടെ മേയറായിട്ട് വന്നതൊക്കെ ഉദാഹരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഈ മതപരമായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു ഭീഷണിയെ അതിനെ നേരിടണം എന്നുണ്ടെങ്കിൽ അവരുടെ മതപരമായ ഭീഷണി തന്നെ വേണം. അതുകൊണ്ടാണ് ഒതുക്കാൻ മതം കൊണ്ടേ പറ്റുള്ളൂ. അല്ല ജനാധിപത്യത്തിൻ്റെ സംഗതിയും പറഞ്ഞുകൊണ്ടിരുന്നാൽ നടക്കില്ല. ഇത് പക്ഷേ പ്രസിഡന്റ് അല്ല പറഞ്ഞത്, വൈസ് പ്രസിഡന്റ് അല്ല, കാരണം അയാളാണ് അടുത്ത പ്രസിഡന്റാകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ട്രംപിന് ഇനി മത്സരിക്കാൻ പറ്റില്ല. അമേരിക്കൻ ഭരണഘടന അനുസരിച്ചിട്ട് 2 വട്ടമേ ഒരാൾക്ക് പ്രസിഡന്റ് ആകാൻ കഴിയും. ഇത് അതുകൊണ്ടാണ് ട്രംപ് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ട്രംപിന് ഇനിയില്ല. പക്ഷേ ഇയാൾ വൈസ് പ്രസിഡന്റാണ്. ഇയാൾ സ്വാഭാവികമായിട്ടും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരാളാണ്, ചെറുപ്പക്കാരനുമാണ്. ഇദ്ദേഹത്തിന്റെ വൈഫ് ഉഷ വാൻസ് ക്രിസ്ത്യാനി ആകുമെന്നാണ്, ക്രിസ്തുമതം സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, എൻ്റെ ഭാര്യ ഹിന്ദുവാണ്, പക്ഷേ അവർ താമസിയാതെ ക്രിസ്തുമതം സ്വീകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ക്രിസ്തു മതത്തിലേക്ക് തിരിച്ചു പോകുന്നതിനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഇത്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഭയന്നിട്ട്, പൊളിറ്റിക്കൽ ഇസ്ലാം ആധിപത്യം നേടുമ്പോൾ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഭയന്നിട്ട് ക്രിസ്ത്യാനിറ്റിയുടെ പൊളിറ്റിക്കൽ ഡയമെൻഷൻ കൂടി ഉപയോഗിക്കാം, രാഷ്ട്രീയമാനം, ക്രിസ്തുമതത്തിനുള്ള രാഷ്ട്രീയമാനം കൂടി അവർക്കെതിരെ ഉപയോഗിക്കാം എന്ന് കരുതിയിട്ടാണ് വാൻസ് ഇത് പറയുന്നത്. കാരണം അമേരിക്ക വലിയ ഭീഷണിയാണ് ഇവരിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ലിബറൽ അപ്രോച്ച് എടുത്തിരുന്നു. ആ ലിബറൽ അപ്രോച്ച് എടുത്തിട്ട് അമേരിക്ക ലിബറലിസത്തിന് മാതൃകയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇയാൾക്കെതിരെ വലിയ വിമർശനം വന്നിട്ടുണ്ട് അമേരിക്ക എന്ന് തന്നെ. അതിനകത്ത് പറയുന്നത് അമേരിക്കയുടെ ഭരണഘടന എഴുതി ഉണ്ടാക്കിയത് അപ്പോസ്തലന്മാരല്ല, വിദഗ്ധന്മാരാണ്. അവർ ഗോസ്പലല്ല തന്നിരിക്കുന്നത്, നമുക്ക് ഭരണഘടനയാണ് തന്നിരിക്കുന്നത്. ആ ഭരണഘടന ഉദ്ഘോഷിക്കുന്നത് മനുഷ്യാവകാശങ്ങളാണ്. ആ ഭരണഘടന 10 കമാൻഡ്മെൻറ്റ്സ് അല്ല തന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിബറലിസ്റ്റുകൾ എന്ന് പറയുന്നൊരു വിഭാഗം വാൻസിനെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. ബിൽ ഓഫ് റൈറ്റ്സ് ഉണ്ട് അമേരിക്കയിൽ, അവകാശങ്ങളുടെ ഇത് അബ്സല്യൂട്ട് അവകാശങ്ങൾ അമേരിക്ക കൊടുത്തിട്ടുണ്ട്. ആ അബ്സല്യൂട്ട് അവകാശങ്ങൾ വെച്ചുകൊണ്ടാണ് അമേരിക്കയിൽ പലപ്പോഴും തീവ്രവാദികൾ വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു കടിഞ്ഞാണിടണം എന്നാണ് വാൻസ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ വാൻസ് പറഞ്ഞതിൽ എന്താ പറയുക, അതിൽ തെറ്റുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ അയാൾക്ക് ക്രിസ്തുമതത്തിൻ്റെ റിവൈവൽ ആവശ്യമാണെന്ന് അയാൾ വിശ്വസിക്കുന്നു. അയാളുടെ വിശ്വാസമല്ല, അത് നമ്മളെങ്ങനെ തെറ്റു പറയും? നമ്മളെങ്ങനെയാണ് തെറ്റു പറയുക? അയാളുടെ വിശ്വാസമാണ്. അല്ലെങ്കിൽ തന്നെ അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്, അവരുടെ റിലീജിയൻ ക്രിസ്ത്യാനിറ്റിയാണ്, വേറെ ഒന്നുമല്ലല്ലോ. സാർ, അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, ഞാൻ ആദ്യം ചോദിച്ചതാണ്. അതുപോലെ തന്നെയാണല്ലോ ഈ ഭാരതത്തിൻ്റെ കാര്യവും. ഹിന്ദു രാഷ്ട്രമാണ്, അപ്പോൾ അതിന് ഒരുപാട് ചരിത്രവുമുണ്ട്. പിന്നെ നമ്മൾ പറയുമ്പോൾ ഇതേ ബുദ്ധിമുട്ട്, അതായത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൊണ്ട്, തീവ്രവാദികളെ കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് ഈ ഒരു സ്വത്വവാദം ഇന്ത്യ പറയുമ്പോൾ അത് വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ്, നമുക്കൊരു സ്റ്റേറ്റ് റിലീജിയൻ ഇല്ല. ഹിന്ദു മതത്തെ നമ്മുടെ രാഷ്ട്ര മതമായിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഹിന്ദു മതമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിത്തറ. അതാണ് വ്യത്യാസം. ഈ മറ്റ് മതങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു രീതി ഹിന്ദു മതത്തിലല്ലാതെ വേറെ ഒരു മതത്തിലും ഇല്ല എന്ന വസ്തുത അംഗീകരിക്കേണ്ടതുണ്ട്. ബാക്കി എല്ലാവർക്കും ഒരു പ്രവാചകൻ, ഒരു ടെക്സ്റ്റ്, ആ ഒരു ടെക്സ്റ്റിൻ്റെ അതാണ് ആത്യന്തിക ലക്ഷ്യം. ഇപ്പോൾ മോശയുടെ പഴയ നിയമം, ആ നിയമം അനുസരിച്ച് ജീവിക്കുക. യേശുദേവൻ്റെ പുതിയ നിയമം, ആ നിയമം അനുസരിച്ച് ജീവിക്കുക. യേശുദേവൻ ഏകരക്ഷകൻ, ബാക്കി ആരും രക്ഷകനല്ല. മുഹമ്മദ്, ഖുറാൻ, അതനുസരിച്ച് ജീവിക്കുക. അപ്പോൾ ഈ എബ്രഹാമിക് റിലീജിയൻ എന്ന് പറയുന്ന ഈ മതങ്ങൾക്കെല്ലാം ഇങ്ങനൊരു സ്വഭാവമുണ്ട്. ഇന്ത്യക്ക് അതില്ല. അതുകൊണ്ടാണ് ജൂതന്മാർ വന്നാലും ക്രിസ്ത്യാനികൾ വന്നാലും ഏറ്റവും പുതിയ മതമായ മരിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന മതമാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസം ഒരു മതമാണ്. അവർക്ക് ദൈവമില്ലല്ലോ, അവർ മതമാണ്. ഇപ്പോൾ പിണറായി വിജയൻ അടക്കമുള്ളവർ അവരുടെ ഹിന്ദു പേരുണ്ടെങ്കിലും അവരാരും ഹിന്ദുക്കളാണെന്ന് അവകാശപ്പെടാറില്ല. ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള മന്ത്രിമാരാരെങ്കിലും അവർ ഹിന്ദുക്കളാണെന്ന് അവകാശപ്പെടുന്നുണ്ടോ?
അവർക്ക് ഹിന്ദു പേരുണ്ട്, ബാലഗോപാൽ പേരുണ്ട്, വിജയൻ പേരുണ്ട്, ഗോവിന്ദൻ പേരുണ്ട്, പിന്നെ രാജേഷ് പേരുണ്ട്, ഇങ്ങനെ വന്ന് പിന്നെ എന്താണ് ശിവൻകുട്ടി നല്ല പേരല്ലേ, പേരുണ്ട്, ബിന്ദു പേരുണ്ട്. ബിന്ദു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എല്ലാത്തിനും ആകാമെന്ന് വെക്കാം. പക്ഷേ ഇവരൊക്കെ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞാലും ഇവരാരും തന്നെ ഹിന്ദുക്കളല്ല, ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഒരു മതമാണ്. അപ്പോൾ യഹൂദ മതത്തെയും പിന്നെ ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും കമ്മ്യൂണിസ്റ്റ് മതത്തെയും ഇവിടെ സ്വീകരിക്കുകയും അതിന് അംഗീകാരം കൊടുക്കുകയും ചെയ്തത് നമ്മുടെ സംസ്കാരം ഹിന്ദു മതമായതുകൊണ്ടാണ്, ഹൈന്ദവമായതുകൊണ്ടാണ്, സനാതനധർമ്മമായതുകൊണ്ടാണ്. അതിന് എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ളൊരു പ്രവണതയുണ്ട്. ഇത് വേറെ ലോകത്തിലെ ഒരു മതത്തിനുമില്ല. കമ്മ്യൂണിസം ഉൾക്കൊള്ളില്ല, അവർ എക്സ്ക്ലൂഡ് ചെയ്യും. ആരെ എക്സ്ക്ലൂഡ് ചെയ്യും? ക്യാപിറ്റലിസ്റ്റുകളെ മുഴുവനും അല്ലെങ്കിൽ ബുർഷ്വാസിയെ മുഴുവൻ കൊന്നൊടുക്കണ എക്സ്ക്ലൂഡ് ചെയ്യണം. നോൺ ക്രിസ്ത്യൻസിനെ ക്രിസ്ത്യാനിറ്റി എക്സ്ക്ലൂഡ് ചെയ്യും, നോൺ മുസ്ലിംസിനെ ഇസ്ലാം എക്സ്ക്ലൂഡ് ചെയ്യും, നോൺ ജ്യൂസിനെ ജുഡായിസവും എക്സ്ക്ലൂഡ് ചെയ്യും. അപ്പോൾ ഒരു എക്സ്ക്ലൂഷൻ്റെ മതമാണ് അവരൊക്കെ പറയുന്നത്. ഒരു ഇൻക്ലൂസീവ് റിലീജിയൻ എന്ന് പറയുന്നത് ഹിന്ദു മതം ആയതുകൊണ്ടാണ് ഇത് സംഭവിക്കാനുള്ള കാരണം. അപ്പോൾ നമ്മളൊരു ഇൻക്ലൂസീവ് കൾച്ചറാണ്. അതുകൊണ്ടാണ് ഇവിടെ പിണറായി വിജയൻ എന്ന പേരോടുകൂടി ഒരു കമ്മ്യൂണിസ്റ്റ് മതാനുയായിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു മതമാണത്. കാരണം അവർക്ക് അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ മുദ്രാവാക്യം വിളിക്കുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായ ശ്രീനിവാസൻ്റെ മകൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അവൻ കർമ്മം ചെയ്തില്ല, അവൻ അതിന് പകരം അവിടെ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് ചെയ്തത്. മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവൻ കർമ്മം ചെയ്യാനിരുന്നില്ല. കാരണം അവൻ അതിനകത്ത് വിശ്വസിക്കുന്നില്ല. അവൻ കമ്മ്യൂണിസ്റ്റ് മതത്തിലാണ് വിശ്വസിക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് മതത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് അയാളത് ചെയ്തില്ല. പക്ഷെ അയാൾക്ക് ഇവിടെ സ്ഥാനമുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു സ്ഥാനം കിട്ടിയത്. സർ, അപ്പോൾ ഈ ഇന്ത്യക്ക് ഇത്രയും ത്രെട്ട് ഉണ്ടല്ലോ, ഈ ത്രെട്ട് ഉണ്ടാകുന്നതിൻ്റെ കൂടി സമയത്താണ് ഈ അമേരിക്കയ്ക്കും ഇത്തരത്തിലുള്ള ത്രെട്ട് വരുന്നത്. ഇവർ മനസ്സിലാക്കുന്നുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തിന് ആകമാനം ഭീഷണിയാണ്. പക്ഷേ അതേസമയം ഇപ്പോഴും ബംഗ്ലാദേശിലാകട്ടെ പാകിസ്ഥാനിലാകട്ടെ ഇവർ തന്നെ, അമേരിക്ക തന്നെ ഇതിനെല്ലാം ഫണ്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുണ്ടായിരുന്നു. അമേരിക്കയാണ് ഇസ്ലാമിക് ടെററിസത്തിന് ഏറ്റവും കൂടുതൽ വളമിട്ട് കൊടുത്ത് വളർത്തിയതെന്ന കാര്യത്തിലും സംശയമില്ല. അവർ തന്നെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്.